ഹലോ വെൽക്കം ബാക്ക് ടു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളം. ഇന്ന് +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 77ാമത്തെ ക്ലാസ്സാണ്, ചാപ്റ്റർ 8. ഇന്നത്തെ ടോപ്പിക് ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ്. സോ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന DBMSൻ്റെ ഒരു ഫീച്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ മാത്രമേ യൂസേഴ്സിന് വിസിബിൾ ആക്കുകയുള്ളൂ. സോ ഇൻറ്റേർണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ യൂസേഴ്സിന് ഇറലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ എല്ലാം തന്നെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു 3 ലെവൽ ആർക്കിടെക്ചറാണ് ഈ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് DBMSൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊന്നാമത്തെ ഫീച്ചറാണ് ഫിസിക്കൽ ലെവൽ, അതിനുശേഷം ലോജിക്കൽ ലെവൽ ആൻഡ് ലാസ്റ്റ്ലി വ്യൂ ലെവൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലെവൽ. സോ ഫിസിക്കൽ ലെവലിൽ കാണുന്ന ഡീറ്റെയിൽസ് ലോ ലെവലിൽ മീൻസ് ലോജിക്കൽ ലെവലിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ഫിസിക്കൽ ലെവലിലും ലോജിക്കൽ ലെവലിലും നടക്കുന്നതും അതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം വ്യൂ ലെവലിൽ നിന്ന് നോക്കുന്ന യൂസേഴ്സിന് കാണാനായിട്ട് സാധിക്കില്ല. സോ ഓരോ ലെവലിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് മറ്റ് ലെവലുകളിൽ വരുന്ന അല്ലെങ്കിൽ ഇൻവോൾവ് ആകുന്ന യൂസേഴ്സിന് ഹൈഡാക്കി വെക്കാനാണ് ഈ ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഫീച്ചർ നമ്മൾ ഉപയോഗിക്കുന്നത് DBMSൽ. സോ ഈ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡാറ്റ അബ്സ്ട്രാക്ഷൻ 3 ലെവൽ ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആർക്കിടെക്ചർ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ ഡാറ്റ ഇൻഡിപെൻഡൻസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മോഡിഫൈ സ്കീമ ഡെഫിനിഷൻ മീൻസ് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, അതിൻ്റെ ഡാറ്റ എബൌട്ട് ദ ഡാറ്റ മീൻസ് അതിൻ്റെ സ്റ്റോറേജ് പരമായുള്ള കാര്യങ്ങൾ. സോ ഇതാണ് സ്കീമ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ റിലേറ്റഡ് ഡീറ്റെയിൽസ്, റിലേറ്റഡ് ഡാറ്റ. ഓക്കെ, സോ അതാണ് സ്കീമ ഡെഫിനിഷൻ. So the ability to modify the schema definition in one level without affecting the schema definition at next higher level. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ലെവലുണ്ട്, ലോജിക്കൽ ലെവലുണ്ട്, വ്യൂ ലെവലുണ്ട്. സോ ഇപ്പോൾ ഫിസിക്കൽ ലെവലിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ നമ്മൾ വരുത്തുകയാണെങ്കിൽ ആ ഫിസിക്കൽ ലെവലിലെ സ്കീമ ഡെഫിനിഷന് അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചറിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മുകളിലുള്ള നെക്സ്റ്റ് ഹയർ ലെവൽ അതായത് ലോജിക്കൽ ലെവലിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ലോജിക്കൽ ലെവൽ എന്തെങ്കിലും ചേഞ്ചസുകൾ നമ്മൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് അതിന് തൊട്ടടുത്ത ലെവലുകളിലോ അതിന് മുകളിലുള്ള ലെവലുകളിലോ ഒന്നും തന്നെ അഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. സോ ആ ഒരു എബിലിറ്റിനെയാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 2 ലെവൽ ഓഫ് ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണുള്ളത്. ഒന്ന് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും. സോ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്നാണ് നമുക്ക് നോക്കാം. ദ എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ ഫോളോഡ് അറ്റ് ഫിസിക്കൽ ലെവൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്കീമ ഡെഫിനിഷൻ അറ്റ് കോൺസെപ്ച്വൽ ലെവൽ മീൻസ് ലോജിക്കൽ ലെവൽ ഇറ്റ് സെൽഫ്. അപ്പോൾ ഫിസിക്കൽ ലെവലിൻ്റെ സ്കീമയിൽ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ലോജിക്കൽ ലെവലിൻ്റെ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ അതിൻ്റെ സ്കീമയെ എഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് അവിടെയുള്ള പ്രോഗ്രാംസുകൾക്കോ അല്ലെങ്കിൽ സ്കീമ സ്ട്രക്ചറുകൾക്കോ ഡെഫിനീഷൻസിനോ ഡിസ്ക്രിപ്ഷൻസിനോ ഒരു ചേഞ്ചസും വരാനായിട്ട് പാടില്ല. അതിനെയാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻ്റ് ആണ് ഇവിടെ. ഓക്കെ, അത് ലോജിക്കൽ ലെവലായിട്ട് അല്ലെങ്കിൽ ലോജിക്കൽ ഡാറ്റയായിട്ട് ഡിപ്പെൻഡൻ്റ് അല്ല. Okay, so example, application programs remain the same even though the schema at physical level gets modified. For example, ലോജിക്കൽ ലെവലിലാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ ബിൽഡ് ചെയ്യുന്നത് ലോജിക്കൽ ലെവലിൽ വെച്ചിട്ടാണ്. അത് പ്രോഗ്രാമേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ ലെവലിൽ എന്ത് ചേഞ്ചസ് വന്നാലും ഫിസിക്കൽ ലെവലിൽ എന്താ സംഭവിക്കണേ? സ്റ്റോറേജ് ആണ്. അതായത് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പിന്നീട് നമ്മളത് SSD ഡ്രൈവിലേക്ക് ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ മാഗ്നറ്റിക് ടേപ്പിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ലെവലിൽ എന്ത് തന്നെ മാറ്റം വന്നാലും ചിലപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് മാറ്റിയിട്ട് SSD ആയിരിക്കും പകരം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഫിസിക്കൽ ലെവൽ എന്ത് നടന്നാലും ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ ലോജിക്കൽ ലെവലിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ ഒരു രീതിയിലും ബാധിക്കുന്നതായിരിക്കില്ല. അതെപ്പോഴും സെയിം തന്നെ ആയിരിക്കും. ദെൻ അടുത്തൊരു എക്സാമ്പിളാണ് ചേഞ്ച് ഓർ അപ്ഗ്രേഡ് ദ സ്റ്റോറേജ് സിസ്റ്റം ലൈക്ക് ഹാർഡ് ഡിസ്ക് വിത്ത് SSD ഓർ മാഗ്നറ്റിക് ടേപ്പ്. അതായത് ഇപ്പോൾ ഹാർഡ് ഡിസ്ക് SSD ആയിട്ടോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ടേപ്പ് ആയിട്ടോ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലോജിക്കൽ ലെവലിനെ ബാധിക്കുന്നതല്ല, കാരണം അത് ഫിസിക്കൽ ലെവലിൽ നടക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഡാറ്റാ ബേസിൻ്റെ ലൊക്കേഷൻ ആദ്യം ചിലപ്പോൾ C ഡ്രൈവിലായിരിക്കും, അത് പിന്നീട് D ഡ്രൈവിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോഴും ഫിസിക്കൽ ലെവലിൽ നടക്കുന്ന കാര്യം ലോജിക്കൽ ലെവലിനെ ബാധിക്കുന്നതായിരിക്കില്ല, അതിൻ്റെ അടുത്ത ലെവലിനെ ബാധിക്കുന്നതായിരിക്കില്ല. ഇനി രണ്ടാമത്തെ ടൈപ്പ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ ഫോളോഡ് അറ്റ്
കോൺസെപ്ച്വൽ ലെവൽ. ഓക്കെ, അതായത് ലോജിക്കൽ ലെവലിൽ നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുകയാണെങ്കിൽ അത് ഒരിക്കലും തന്നെ എക്സ്റ്റേണൽ ലെവലിനെ ബാധിക്കുന്നതല്ല, എക്സ്റ്റേണൽ ലെവലിൻ്റെ ഡെഫിനിഷനെ അല്ലെങ്കിൽ സ്കീമയെ സ്ട്രക്ചറിനൊന്നും തന്നെ ബാധിക്കുന്നതല്ല. അതിനെയാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ലോജിക്കൽ ഡാറ്റ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആണ്, വിച്ച് ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ വ്യൂ ലെവൽ ഓർ എക്സ്റ്റേണൽ ലെവൽ. ഓക്കെ, പക്ഷേ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസിനേക്കാളും ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വളരെയധികം ഒരു ഡാറ്റാ ബേസിൻ്റെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡാറ്റാ ബേസിൻ്റെ സ്ട്രക്ചർ നമ്മൾ ലോജിക്കൽ ലെവൽ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഡാറ്റാ ബേസിൽ എത്ര ടേബിൾസ് വേണം, എത്ര ഫീൽഡ് വേണം, എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഡാറ്റാ ബേസ് ഉൾപ്പെടുത്തേണ്ടത്, അതെല്ലാം നമ്മൾ ലോജിക്കൽ ലെവലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലോജിക്കൽ സ്ട്രക്ചറിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുകയാണ്, ഡാറ്റാ ബേസിൻ്റെ ആ സ്ട്രക്ചറിൽ എന്തെങ്കിലും നമ്മൾ ചേഞ്ചസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ അഫക്റ്റ്, നമ്മൾ ആ വ്യൂ ലെവലിൽ കാണുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വാട്സാപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൻ്റെ ആ ഒരു ഇൻ്റർഫേസിനകത്ത് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ പിന്നീടാണ് വന്നത്. ഓക്കെ, സോ ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവരുടെ ഡാറ്റാബേസിലേക്ക് അങ്ങനെ ഒരു ഫീൽഡും കൂടെ ആഡ് ചെയ്യുകയാണ്. അവരുടെ ലോജിക്കൽ സ്ട്രക്ചറിലേക്ക്, ആ ഡാറ്റാബേസിൻ്റെ ലോജിക്കൽ സ്ട്രക്ചറിലേക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഫീച്ചർ അവർ ആഡ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഫീൽഡും കൂടെ അവരുടെ വാട്സാപ്പ് ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്യുകയാണ്. അത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വ്യൂ ലെവലിൽ ഇരുന്ന് കാണുന്ന അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലെവലിൽ ഇരുന്ന് കാണുന്ന യൂസേഴ്സിന് അവരുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലും ചേഞ്ചസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് പുതിയ ഫീൽഡായ സ്റ്റാറ്റസ്, പുതിയ ഫീൽഡായ പേയ്മെൻറ്റ്, പുതിയ ഫീൽഡായ വാട്സാപ്പ് വെബൊക്കെ അവർക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുകയാണ്, പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ റിഫ്ലക്റ്റ് ചെയ്യും. കാരണം ആപ്ലിക്കേഷൻ പ്രോഗ്രാം കാണുന്നവർ ആരാണ്? എക്സ്റ്റേണൽ ലെവലിലുള്ള യൂസേഴ്സാണ്. ഓക്കെ, ടോപ്പ് ലെവലിലുള്ള യൂസേഴ്സാണ്. സോ ഇതാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. സോ ആഡിങ്, ഡിലീറ്റിംഗ്, അപ്ഡേറ്റിംഗ് എനി ന്യൂ ഫീൽഡ് ലൈക്ക് ഡെസിഗ്നേഷൻ, സാലറി, എക്സ്പീരിയൻസ് ഇൻ ദ ഡാറ്റാബേസ് ക്യാൻ അഫക്റ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വിച്ച് യു ആർ റിവ്യൂവിങ് അറ്റ് ദ എക്സ്റ്റേണൽ ലെവൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡാറ്റാബേസ് ലോജിക്കൽ ലെവലിലാണ് ഡാറ്റാബേസ് വരുന്നത്. അപ്പോൾ ആ ഡാറ്റാബേസിൽ നിങ്ങൾ ആഡ് ചെയ്യുമ്പോഴോ ഡിലീറ്റ് ചെയ്യുമ്പോഴോ ഏതെങ്കിലും പുതിയ ഒരു ഫീൽഡ് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോഴൊക്കെ അത് നിങ്ങളുടെ എക്സ്റ്റേണൽ ലെവലിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ, വെബ്സൈറ്റിനെ, സോഫ്റ്റ്വെയറിനെയൊക്കെ അതിൽ ചേഞ്ചസ് വരുന്നതായിരിക്കും. സോ ഇതാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.